ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ റിലേ മലയാളം. കുട്ടികൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB JEE ജൂൺ 5 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതായത് 2019 മെയ് 20 നടന്ന ആഫ്റ്റർനൂൺ സെഷന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഇൻ എ സർട്ടൻ കോഡ് ABCDEF ഈസ് റിട്ടൺ ആസ് ZYX WVU. ഹൗ വുഡ് ലോസ് ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? ഓക്കെ, നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ലെറ്റേഴ്സ്, മെയിൻലി ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായത് കാരണം അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമുള്ള ലെറ്റേഴ്സിന്റെ കറസ്പോണ്ട് നമ്പേഴ്സും അതുകൂടാതെ ഓപ്പോസിറ്റ് പേഴ്സും ഒരു ഉപേക്ഷയും കൂടെ നിർബന്ധം പഠിച്ചിരിക്കുക. കാര്യം നമ്മുടെ കോഡ് ഡീകോഡിൽ മാത്രമല്ല ലെറ്റർ സീരീസ് ഉണ്ട്, അനലോഗി ഉണ്ട്, കൂടാതെ എന്താണ് ഓടുമാൻ ഔട്ട് ടോപ്പിക്കിലും നമ്മുടെ ലെറ്റേഴ്സിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. അപ്പം നിർബന്ധം കറസ്പോണ്ട് നമ്പേഴ്സും ഓപ്പോസിറ്റ് പേഴ്സും പഠിച്ചിരിക്കുക. ഇനി ഇവിടെ കോഡ് നോക്കിയേ, ABCDF ഇർണാസ് ZYX WVU ആണ്. കണ്ടെത്താൻ അറിയാൻ പറ്റും. ഫസ്റ്റ് ലെറ്റർ ആയ എയുടെ ഓപ്പോസിറ്റ് പെയർ ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് ഇസഡ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ലെറ്റർ ആയ ബിയുടെ ഓപ്പോസിറ്റ് പെയർ Y കണ്ടോ, സിയുടേത് X ആണ്, ഡിയുടേത് W അല്ലെ, EV ഓപ്പോസിറ്റ് പെയർ ആണ്, FU ഓപ്പോസിറ്റ് പെയർ ആണ് അല്ലെ. ഇപ്പോൾ ഓപ്പോസിറ്റ് പെയർ വെച്ചിട്ടുള്ള കോഡിംഗ് ആണ് ഇവിടെ സംഭവിച്ചത്. ഓപ്പോസിറ്റ് പെയർസ് ആണ്. അങ്ങനെയെങ്കിൽ ലോസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് പെയർ വേണം. നമുക്കറിയാം എല്ലിന്റെ ഓപ്പോസിറ്റ് എന്താണ്, എല്ലിന്റെ ഓപ്പോസിറ്റ് O അല്ലെ, O ആണ്. വീണ്ടും ഓയുടെ ഓപ്പോസിറ്റ് എല്ല് വരും, എസിന്റെ ഓപ്പോസിറ്റ് എച്ച്, വീണ്ടും എസിന്റെ ഓപ്പോസിറ്റ് എച്ച് ആണ്. അത് കാരണം ഉത്തരം എന്ത് വരുന്നു? ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ OLHH ആണ്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഇഫ് വാട്ടർ ഈസ് കോൾഡ് ഫുഡ്, ഫുഡ് ഈസ് കോൾഡ് ട്രീ, ട്രീ ഈസ് കോൾഡ് സ്കൈ, സ്കൈ ഈസ് കോൾഡ് വെൽ ആൻഡ് വെൽ ഈസ് കോൾഡ് പോണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് പ്രൊവൈഡ് അസ് ഫ്രൂട്ട്സ്? ഓക്കെ, നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ആരാണ് അല്ലെ. വീണ്ടും അല്ലെ, വീണ്ടും നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ, ഈ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നോക്കുക, എന്താ, വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താ കണ്ടുപിടിക്കണം നമുക്ക്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് പ്രൊവൈഡ് ഫ്രൂട്ട്സ് അല്ലെ, നമുക്ക് ഫ്രൂട്ട്സ് ആര് തരുന്നു അല്ലെ. നമുക്കറിയാം ഫ്രൂട്ട്സ് ആരാ തരുന്നത്? മെയിൻലി ട്രീസ് അല്ലെ, ട്രീസ് ആണ് ഫ്രൂട്ട്സ് തരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ട്രീ എന്ന വാക്കിന് കോഡ് എന്താ? ട്രീ ഈസ് കോൾഡ് സ്കൈ, സ്കൈ എന്ന് പറയുന്നുണ്ട്. അത് കാരണം ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ സി സ്കൈ, ഓപ്ഷൻ സി സ്കൈ ആണ്. വളരെ സിമ്പിൾ ചോദ്യം. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ചോദ്യം. വിച്ച് നമ്പർ വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ? ഓക്കെ, 12:30 ഈസസ് 20 ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. നമ്മുടെ അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്, അനലോഗി അല്ലേ. അങ്ങനെയെങ്കിൽ നോക്കുക, നമ്പേഴ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് നമ്പറായ 12നെ 30 റിലേറ്റ് ചെയ്യണം. അതേ രീതിയിൽ നമുക്ക് 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് നമ്പർ വരുമെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നോർമൽ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും മാത്തമിൽ ഓപ്പറേഷനിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലേ. എന്താണ്, 12 നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 24 കിട്ടും അല്ലേ. 24ന്റെ കൂടെ ഒരു 6 കൂട്ടി കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? 30 ആക്കാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ നെക്സ്റ്റ് കേസ് അതുപോലെ വരണം അല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാം, 20 × 2 ചെയ്താൽ 40 ആണ്. പ്ലസ് അതേ 6 തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 46 ആണ് വരുന്നത്. പക്ഷെ അത് ഓപ്ഷനകത്തില്ല. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ പോസിബിൾ അല്ല. നെക്സ്റ്റ് പരിപാടി, നെക്സ്റ്റ് മാത്തമിലുള്ള പ്രശ്നം നോക്കാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 12 30 ആക്കാൻ 12 നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കാം, 36 അല്ലെ. 36ന്റെ കൂടെ നമുക്ക് എന്താക്കാം, വേണമെങ്കിൽ ഒരു 6 കുറച്ചിട്ട് 30 ആക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ 20 നമുക്ക് 3 കൊണ്ട് ഗുണിക്കുന്നു, 60 ആണ്. വീണ്ടും 6 മൈനസ് ചെയ്താൽ 54, 54 ആണ്. അതും ഓപ്ഷനകത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്തിട്ടും പ്രയോജനമില്ല. നെക്സ്റ്റ് പരിപാടി. അപ്പം നോർമലായിട്ട് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയല്ലേ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, 12ന് 30 ആക്കാൻ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അടുത്ത മാർഗം എന്താണ്, ഒരു 18 ആഡ് ചെയ്യാം. അങ്ങനെ 30 കിട്ടും അല്ലേ. അങ്ങനെയെങ്കിൽ 20ന്റെ കൂടെ 18 ആഡ് ചെയ്താൽ, അതേ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് 38 ആണ്. അതും ആക്ച്വലി ഓപ്ഷനകത്തിലുണ്ട്. അതൊന്നും ഓപ്ഷനകത്തിൽ ഉള്ള നമ്പേഴ്സ് അല്ല. അപ്പം ആ ഒരു നോർമൽ ആയിട്ടുള്ള അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാർഗം എന്താണ്, നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാം? നമുക്ക് സ്ക്വയേഴ്സ് ഒക്കെ അല്ലേ, സ്ക്വയേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്വയർ വെച്ച രീതിയിൽ പാറ്റേൺ ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്, നമുക്ക് ആ 12 ഈ ഫസ്റ്റ് 12 പോലെ നമുക്ക് എന്ത് എഴുതാം, അയാളെ 4 സ്ക്വയർ മൈനസ് 4 എഴുതി കൂടെ. 4 സ്ക്വയർ മൈനസ് 4 അത് 12, 16 മൈനസ് 4 12 ആണ്. ഈ 30ന് പകരം ഇങ്ങനെ എഴുതാം, 6 സ്ക്വയർ മൈനസ് 6 അല്ലെ, 36 മൈനസ് 6 അത് 30 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ 20ന് പകരം നമുക്ക് എന്ത് എഴുതാം, നമുക്ക് 5 സ്ക്വയർ മൈനസ് 5 എഴുതി കൂടെ. 25 മൈനസ് 5 20 ആണ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഉത്തരം എന്ത് കിട്ടും നമുക്ക്? കറസ്പോണ്ട് ഇവിടെ 4ഉം 6ഉം ആണല്ലേ. അപ്പം ഇവിടെ 5ഉം 7ഉം 7 വരണം. അപ്പോൾ 7 സ്ക്വയർ മൈനസ് 7 എത്ര കുഞ്ഞുങ്ങളെ? 49 മൈനസ് 7 42.
അത് ഓപ്ഷനകത്തുണ്ട്. ഓപ്ഷൻ എ 42. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ആക്ച്വലി ഇത്രയും റോങ് ആയിട്ടുള്ള പാറ്റേണൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ നോർമലി ചെക്ക് ചെയ്യാറുള്ള കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അതില്ലെങ്കിൽ നെക്സ്റ്റ് മാർഗം നെക്സ്റ്റ് മാർഗത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിച്ച് പോകണം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. എന്നിട്ട് പ്രാക്ടീസ് ഉറപ്പായിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും. അതിൽ നമ്പേഴ്സിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ശരി, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കറക്റ്റ് ദ ഇക്വേഷൻ ബൈ ഇന്റർചേഞ്ചിങ് ദ ടു സൈൻസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരി ഇക്വേഷനകത്ത് രണ്ട് സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്ത് ഇക്വേഷൻ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്ത് ഇക്വേഷൻ കറക്റ്റ് ആക്കണം. അങ്ങനെ ഓപ്ഷൻ എ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താകും, 7 പ്ലസ് അല്ലേ 10. ഓക്കെ, 10 ഡിവിഷന് പകരം മൈനസ് ആകും. ഓക്കെ, പിന്നെ -1 എന്താകും, ഡിവിഷൻ ആകും അല്ലേ. ഇങ്ങനെ ചേഞ്ച് ചെയ്ത ഇക്വേഷൻ എന്താകുന്നു, 7 പ്ലസ് 10 -1 ആണ് അല്ലേ. അങ്ങനെ 17 -1 16 വരും. അപ്പോൾ അത് കാരണം ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആകത്തില്ല അല്ലേ. ഈ ഡിവിഷനും ഈ മൈനസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 10 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല റൈറ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻ ബി വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിവിഷനും ഈക്വൽ ടു സൈനുമാണ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്താകുന്നു 7 പ്ലസ് 10 ഈക്വൽ ടു 5 മൈനസ് 5 ഡിവൈഡ് ബൈ 10. ഇങ്ങനെ വരുമല്ലോ ഇക്വേഷൻ. അതായത് ഇവിടുത്തെ ഈക്വൽ ടു സിമ്പലും ഇവിടുത്തെ ഡിവിഷൻ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ എന്തായി, ആദ്യത്തെ 7 പ്ലസ് 10 വരെ മാറ്റമില്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഡിവിഷൻ മാറി എന്തായി, ഈക്വൽ ടു സൈൻ ആയി. ഓക്കെ, പിന്നീട് 5 മൈനസ് 5 ഡിവൈഡ് ബൈ 10 എന്നാകുന്നു. ഇത് 17 ആണ്. ഈക്വൽ ടു 5 മൈനസ് 2 സെയിം ആകുമോ, അല്ലെങ്കിൽ രണ്ട് ഈക്വലിന് അപ്പുറം ഇപ്പുറം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സെയിം ആയിട്ട് നമ്പേഴ്സ് വരുന്നുണ്ടോ, ഇല്ലല്ലോ. അത് കാരണം ഓപ്ഷൻ ബി ചെയ്തിട്ടും കാര്യമില്ല. നമുക്കെന്ത് ഓപ്ഷൻ സി എടുത്ത് നോക്കാം അല്ലേ. ഇവിടെ പ്ലസ് മൈനസുമാണ്. അപ്പോൾ എന്താകും 7. ഓക്കെ, 7 മൈനസ് 10 ഓക്കെ ഡിവൈഡ് ബൈ 5. ഇനി ഈ മൈനസിന് പ്ലസ് കൊടുക്കുക, പ്ലസ് 5 അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. 7 മൈനസ് 10 ബൈ 5 എന്താണ്, അത് 2 ആണ്. 2 പ്ലസ് 5 അല്ലേ. അതായത് 7 മൈനസ് 2 5 പ്ലസ് 5 എന്താ 10 എന്ന് കിട്ടി. അത് കാരണം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇന്റർചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറ്റുമെങ്കിൽ മനസ്സിലോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാൽക്കുലേഷൻ മനസ്സിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. കംപ്ലീറ്റ് ദ സീരീസ് 9, 5.5, 7.5, 1984. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം അല്ലേ. സീരീസ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, എങ്ങനെ ഫസ്റ്റ് നമ്പറായ 9 5.5 ആയി നോക്കുക. വീണ്ടും ഈ 5.5 7.5 ആയിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 19 ആണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 84 ആണ്. അത് കഴിഞ്ഞുള്ള നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാം അത്യാവശ്യം വലിയ 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ നടക്കുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്തായിരിക്കും സംഭവം? ഇവിടെ മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ 9നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം 5.5 ആക്കിയേക്കുന്നത്. വീണ്ടും 5.5നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്തേക്കുന്നത് 7.5 അല്ലേ 7.5 ആക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ലെവലിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 9 എങ്ങനെ 5.5 ആക്കാം, മൾട്ടിപ്ലൈ 5.5 ആക്കാൻ പറ്റും. നമുക്ക് 9നെ ആദ്യമേ എന്താണ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 9 നമുക്ക് എന്താണ് അര കൊണ്ട് ഗുണിക്കുമ്പോൾ 9ന്റെ പകുതി അല്ലേ എന്ത് വരും 4.5 എന്ന് കിട്ടും അല്ലേ. 4.5 ആണ്. അയാളുടെ കൂടെ ഒരു 1 കൂട്ടുമ്പോൾ എന്തായിട്ടുണ്ട് ആൻസർ നമുക്ക് 5.5 എന്ന് കിട്ടി. കണ്ടോ, വീണ്ടും ഇതേ 5.5നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 7.5 ആക്കണം. അപ്പോൾ ആദ്യമേ അര കൊണ്ട് ഗുണിച്ചു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താണ്, നമുക്ക് വേണമെങ്കിൽ 1 കൊണ്ട് ഗുണിക്കാം. അപ്പം 5.5 × 1 5.5 ആണ്. പിന്നീട് ഒരു 2 കൂട്ടിയാൽ ഉറപ്പായിട്ടും 7.5 ആകുമല്ലോ അല്ലെ. 2 കൂട്ടിയാൽ മതി, സിമ്പിൾ അല്ലേ. ശരി, വീണ്ടും 7.5നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 19 ആക്കണം. ഉറപ്പായിട്ടും 7.5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 7യുടെ ഇരട്ടി എത്ര 15 ആണ്. എന്നിട്ട് 4 ആഡ് ചെയ്താൽ 19 കിട്ടി. കേട്ടോ, അപ്പം പാറ്റേൺ ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ആദ്യമേ ഇൻറ്റു അര പ്ലസ് 1
പിന്നെ നെക്സ്റ്റ് ഇൻറ്റു 1 + 2, അടുത്ത ഇൻറ്റു 2 + 4 ആണ്. അപ്പം ഈ കാണുന്ന നമ്പേഴ്സ് അര വെച്ചിട്ടില്ല, ആയത് ഗുണിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യം അരയാണ്, പിന്നീട് 1, നേരെ ഡബിളായി പോവാണ്. അതുപോലെ ആദ്യ നമ്പർ ആദ്യം 1 ആണ്, വീണ്ടും അവർ ഡബിളായി പൊക്കോണ്ടിരിക്കുവാണ് അല്ലേ, സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് കിട്ടും? ഈ 19നെ നമുക്കിന് എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം 20 × 4 80 ആണെങ്കിൽ 19 4 എത്ര വരും? ഒരു 4 കുറച്ച് 76 അല്ലെ, 76 പറയാലോ. ആ 76ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 84 ആയി അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരുന്നു? 84നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് എല്ലാം ഡബിളായി പോവുകയാണല്ലേ. അപ്പൊ 84നെ 8 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 16 ആഡ് ചെയ്യണം. 84 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് സ്പ്ലിറ്റ്, വെറുതെ സമയങ്ങൾ എഴുതും, നമ്പർ സ്പ്ലിറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമേ 80 × 8 640, 4 × 8 32, ആദ്യം എന്ത് കിട്ടും നമുക്ക്? 672 എന്ന് കിട്ടും. 72 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്പേഴ്സ് മാക്സിമം മനസ്സിലാക്കാൻ മൾട്ടിപ്ലൈ ശ്രമിക്കുക. 84 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 80 + 4 എഴുതാം. 84 വരും, 80 + 4 എഴുതാം. അങ്ങനെ 80 × 8 88, 80 × 8 640, ബാക്കി 4 × 8 32 ഉണ്ട്. അപ്പോൾ 640 + 32 672 കിട്ടും. പ്ലസ് ഈ 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 688 കിട്ടും. ഓപ്ഷനകത്തുണ്ടല്ലോ അയാൾ, ഓപ്ഷൻ സി 688. കണ്ടോ, സിമ്പിളാണ്. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ സീരീസ് ആണ്, അപ്പം നിങ്ങൾ നന്നായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, ഇതിനകത്തുള്ള ഓഡ് വൺ ഔട്ട് കാണണം. ഇപ്പോൾ ഒറ്റേനെ കണ്ടെത്തണം. അപ്പോൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് ആരൊക്കെയാണ്? ഓപ്ഷൻ എ എഫ്, ഓപ്ഷൻ ബി എച്ച്, ഓപ്ഷൻ സി എൻ, ഓപ്ഷൻ ഡി യു ആണ് അല്ലേ. അപ്പം ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് 6ാമത്തെ ലെറ്റർ ആണ്, എച്ച് 8 ആണ്, എൻ 14 ആണ്, യു 21 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഡ് നമ്പർ ഈവൻ നമ്പർ വെച്ച് ഓപ്ഷൻ ഡി പറയാം, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ആൾ വവ്വലാണ്, അതും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം വവ്വൽ എപ്പോഴും വവ്വൽ ചെയ്തതിനു ശേഷം മാത്രമെങ്കിൽ നമ്പേഴ്സ് നോക്കിയാൽ മതി, ഓർഡർ ചെയ്ത് നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്ന ലെറ്റർ എന്താണ്? വവ്വലാണ്. ബാക്കി അതിന് കൺസണൻസ് ആണ്. കാരണം ഇതിൽ ഒറ്റ നേരം ഓപ്ഷൻ ഡി യു ആണ്. സിമ്പിൾ ചോദ്യം. ക്ലിയർ അല്ലേ? ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. കംപ്ലീറ്റ് സീരീസ് 125, 169, 25, 13, 5 അല്ലേ. നെക്സ്റ്റ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഈ 125 നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരണം. ഇയാൾ ആരാ? 5ന്റെ ക്യൂബ് കാണുന്ന മനസ്സിലാകണം. 125 എന്താണ്? 5ന്റെ ക്യൂബാണ്. അതിനുശേഷം 169 നമുക്കറിയാം, അയാൾ 13 സ്ക്വയർ ആണ് അല്ലേ. പിന്നെ 25 അയാൾ 5 സ്ക്വയർ ആണ് അല്ലേ. 30 ഈ 30 നമുക്ക് എഴുതാം, നമുക്ക് 13⁻1 എന്ന് എഴുതാം. ഈ 5 നമുക്ക് 5⁻1 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ മനസ്സിലാൻ പറ്റും ഇതൊരു ഡബിൾ സീരീസ്, ഇത് ഡബിൾ സീരീസ് ആണ് അല്ലേ. അതായത് 125 25ആയി, ഇയാൾ 5ആയി. അതായത് ഇവിടെ ആദ്യം 5 ക്യൂബ്, പിന്നെ 5 സ്ക്വയർ, പിന്നെ 5⁻1. ഇവിടെ നോക്കിയേ, ഇവിടെ 13 സ്ക്വയർ അല്ലേ. 13 സ്ക്വയർ കഴിയുമ്പോൾ 13⁻1 ആണ്. അപ്പോൾ അടുത്ത ആര് വരണം? 13⁻0, 13⁻0 വരണം. അപ്പോൾ എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഉറപ്പായിട്ടും എപ്പോഴും 1 ആയിരിക്കും. ഓപ്ഷൻ എ 1 എന്ന് കിട്ടും. കണ്ടോ, പരിപാടി കഴിഞ്ഞു. എനി നമ്പർ റൈസ് 0 എപ്പോഴും 1 ആണ്. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാൻ വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. രാഹുൽ സ്റ്റാർട്ട്സ് വാക്കിംഗ് ടുവേർഡ്സ് വെസ്റ്റ്. ആഫ്റ്റർ എ വൈൽ ഹി ടേൺസ് ലെഫ്റ്റ്, then to his right. Again he turns left and then right. How many times did he turn towards south? Okay, നമ്മുടെ ഡിറക്ഷൻ, ഓക്കെ, ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. നിങ്ങൾക്ക് സംശയമില്ല, ഡിറക്ഷൻ ഡിസ്റ്റൻസ് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഡിറക്ഷൻ തന്നിട്ട് മനസ്സിലാക്കുക, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക? രാഹുൽ സ്റ്റാർട്ട്സ് വാക്കിംഗ് ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് രാഹുൽ അങ്ങോട്ട് പോകുന്നു, ആദ്യം വെസ്റ്റിലേക്ക് പോകുന്നു അല്ലേ. വെസ്റ്റ് നമുക്കറിയാം, നമുക്ക് ഡിറക്ഷൻസ് ഒക്കെ പക്കായിട്ട് അറിയാം. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നേരെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ വെസ്റ്റിലേക്ക് കുറച്ച് ദൂരം പോകുന്നു. ഓക്കെ, രാഹുൽ ആദ്യം വെസ്റ്റിലേക്ക് പോയി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ എ വൈൽ ഹി ടേൺസ് ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റ് തിരിയുന്നു. അപ്പം വെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് സൗത്തിലേക്ക്. വെസ്റ്റിലേക്ക് പോകുന്ന വ്യക്തിയുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? സൗത്തിലാണ്. അതുപോലെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? അത് നോർത്തിലായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യം ലെഫ്റ്റ് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകുന്നു? സൗത്തിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ ടു ഹിസ് റൈറ്റ്, പിന്നെ വീണ്ടും റൈറ്റ് തിരിയുന്നു. അപ്പോൾ സൗത്തിലേക്ക് പോയ വ്യക്തിയുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? വീണ്ടും നോക്കുക, സൗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ
നമ്മളെ ആ പ്ലേസിൽ കൊണ്ടുവന്ന് നിർത്തുക. ഓക്കെ, നമ്മൾ ആ പ്ലേസിൽ നിർത്തുമ്പോൾ നമ്മുടെ റൈറ്റ് അങ്ങോട്ടാണ്, സൗത്തിലേക്ക് നിൽക്കുന്ന ആൾ റൈറ്റ് അങ്ങോട്ടായിരിക്കും, വീണ്ടും അത് വെസ്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞപ്പം വെസ്റ്റ് ആയി. ക്ലിയർ അല്ലേ? വീണ്ടും എന്ത് ചെയ്യുന്നു? എഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ദെൻ റൈറ്റ്. വീണ്ടും ലെഫ്റ്റ് തിരിയുന്നു, പിന്നെ വീണ്ടും റൈറ്റ്. അപ്പം വീണ്ടും വെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് അങ്ങോട്ടായിരിക്കും, വീണ്ടും സൗത്തിലേക്കാണ്, വീണ്ടും റൈറ്റ് അങ്ങോട്ടായിരിക്കും, വീണ്ടും വെസ്റ്റിലേക്കാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി ടൈംസ് ഡിഡ് ഹി ടേൺ ടുവേർഡ്സ് സൗത്ത്? സൗത്തിലേക്ക് എത്ര പ്രാവശ്യം ടേൺ ചെയ്യുന്നു? ഇതൊരു പ്രാവശ്യം അല്ലേ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം, അങ്ങനെ 2 ടേൺസ്. ഓപ്ഷൻ എ 2 ടേൺസ് എന്ന് കിട്ടുന്നു. ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടോ? 2 ബ്രാക്കറ്റിനുള്ളിൽ 101 പിന്നീട് 5. ഇത് നമുക്ക് പറയാം, ഇത് നമ്മുടെ അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ 2ഉം ഈ 5ഉം വെച്ചിട്ടാണ് ഇവിടെ 101 രീതിയിൽ നമ്പർ കിട്ടേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻ കിട്ടേണ്ടത്. അടുത്തത് ഈ 8ഉം ഈ 3ഉം വെച്ചിട്ടാണ് 2, 4, 6 നമ്പർ കിട്ടേണ്ടത് അല്ലേ? അങ്ങനെയെങ്കിൽ 3ഉം 7ഉം വെച്ച് കിട്ടുന്ന റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നന്നായിട്ട് നോക്കുക, നമ്പേഴ്സ് നോക്കുക. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ഈ 2ഉം ഈ 5ഉം, ആ 2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ആ 10 ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി, നെക്സ്റ്റ് കേസ് നോക്കിയേ. വീണ്ടും അതൊക്കെ 8ഉം 3ഉം, 8 × 3 24 ആ നമ്പർ തന്നെയാണ് ആദ്യത്തെ 2 ഡിജിറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ അയാളുടെ കൂടെ ആരാ ഉള്ളത്? 6 ആണല്ലേ? അപ്പോൾ എന്തായാലും ഈ 6, ഈ 24 × 6 ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ 8ഉം 3ഉം വെച്ച് നമുക്ക് 6ലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 24 വെച്ച് നമുക്ക് 6 ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ആ 24നെ ഡിജിറ്റ് സം എടുത്താൽ 2 + 4 6 എഴുതാം. ആ 6 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ 10ന്റെ കൂടെയുള്ള 1 എന്തായിരിക്കും? ഈ 1 + 0 ആണ് ആ 1 എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആൻസർ എന്ത് വരും? ആദ്യമേ 3ഉം 7ഉം ആണ്, അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 21 എന്ന് കിട്ടും. ഈ 2 + 1, ആ 2 + 1 നമുക്ക് 3 കിട്ടും. അത് കൂടെ എഴുതി കൊടുത്താൽ മതി. 2 1 3 എന്ന ആൻസർ കിട്ടുന്നു. ഓപ്ഷൻ ബി 2 1 3. കണ്ടോ? സിമ്പിൾ പരിപാടിയാണ്. നോർമലായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ കണ്ടാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതിനായിട്ട് എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, വീണ്ടും ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? ബാല ഈസ് ഫേസിംഗ് വെസ്റ്റ് and moves forward, then he turns 45 degree to his left. Which direction is he facing now? വളരെ സിമ്പിൾ ചോദ്യം അല്ലേ? ബാല എന്ന് പറയുന്ന വ്യക്തി വെസ്റ്റിലേക്ക്, ഓക്കെ, വെസ്റ്റിലേക്ക് ആദ്യമേ കുറച്ച് ദൂരം പോകുന്നു. നമുക്കറിയാം വെസ്റ്റ് എപ്പോഴും എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, then he turns 45 degree to his left. പുള്ളിക്കാരൻ അയാളുടെ 45 ഡിഗ്രി ലെഫ്റ്റ് തിരിയുന്നു. അപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്ന ആൾ ലെഫ്റ്റ് അങ്ങോട്ടാണ്, അത് നമുക്കറിയാം, സൗത്ത് എന്നറിയാം. അപ്പോൾ 45 ഡിഗ്രി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരെ വെസ്റ്റിലേക്ക് പോകേണ്ടിയിരുന്ന വ്യക്തിയുടെ 45 ഡിഗ്രി ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രി ലെഫ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ തിരിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് പുള്ളിക്കാരൻ എങ്ങോട്ടാണ് പോകുന്നത്. ഈ ഡയറക്ഷൻ എന്താണ്? സൗത്ത് വെസ്റ്റ് ആണല്ലേ? സൗത്ത് വെസ്റ്റ് അല്ലേ? മോളിൽ നോർത്ത്, താഴെ സൗത്ത്, വലതുഭാഗത്ത് ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ് ആണല്ലേ? ഇടതുഭാഗത്ത് വെസ്റ്റ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ എന്താണ്? സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ് അല്ലേ? സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കായത് കാരണം സൗത്ത് വെസ്റ്റ് ആണ് ഡയറക്ഷൻ കിട്ടുന്നത്. ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ് എന്ന് കിട്ടുന്നു. എളുപ്പമുള്ള ചോദ്യം അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. Read the following information carefully and answer question given below. Okay, P, Q, R, S, T, U, V and W are playing a game standing in a circle facing outwards. അല്ലേ? outwards ആണ് അല്ലേ? അതായത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അപ്പം നമുക്ക് വേഗം ചെയ്തു പോകാം. എന്താ പറയുന്നത്? ഈ 8 പേരും എന്താണ്? ഒരു സർക്കിൾ, ഓക്കെ, സർക്കിളിന്റെ എന്താണ്? പുറത്തേക്കാണ് നോക്കി നിൽക്കുന്നത്. ഓക്കെ, സർക്കിളിന് ചുറ്റോട്ട് നിൽക്കുന്നു. പക്ഷെ എല്ലാവരും ഫേസിങ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ ഇൻസൈഡ് അല്ല, അല്ലെങ്കിൽ ഇൻവേർഡ്സ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിലേക്ക് നോക്കി എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്വേർഡ്സ് ആകുമ്പോൾ ഉറപ്പും ഡയറക്ഷൻ മാറും, റൈറ്റ് ലെഫ്റ്റും അതനുസരിച്ച് മാറും. അപ്പോൾ നന്നായിട്ട് നോക്കി വേണം ചെയ്തു പോകാനായിട്ട്. അപ്പോൾ 8 പേര് 1 2 3 4 5 6 7 8 എല്ലാവരും സർക്കിളിന്റെ പുറത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. കണ്ടോ? ക്ലിയർ അല്ലേ? ശരി, ഇനി എന്താ പറയുന്നത്? ബാക്കി നോക്കാം. ആർ ഈസ് നെയ്ബർ ഓഫ് പി നോർ വി. ആർ എന്ന് പറഞ്ഞ വ്യക്തി പിന്റെ വിയുടെ നെയ്ബർ അല്ല. തൽക്കാലം പിന്നെ പ്ലേസ് ചെയ്യാം. എസ് ഈസ് ദ നെയ്ബർ ഓഫ് പി. എസ് എന്നാണ് പിയുടെ നെയ്ബർ ആണ്, ബട്ട് നോട്ട് ഓഫ് ഡബ്ല്യു. ഡബ്ല്യൂയുടെ നെയ്ബർ അല്ല എസ്. അതും പിന്നെ പ്ലേസ് ചെയ്യാം. ഇനി ടി ഈസ് ദ നെയ്ബർ ഓഫ് ഡബ്ല്യു. ഡബ്ല്യൂയുടെ നെയ്ബർ ടി ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടി എന്ന് പറഞ്ഞ വ്യക്തി ഡബ്ല്യൂയുടെ നെയ്ബർ ആണ്. ആൻഡ് ഈസ്
തേർഡ് ടു ദ റൈറ്റ് ഓഫ് യു. എന്നാൽ ടി എന്ന് പറയുന്ന വ്യക്തി തേർഡ് ടു ദ റൈറ്റ് ഓഫ് യു അല്ലേ. ഇവിടെ ആൻഡ് ആയത് കാരണം ആദ്യം പറയുന്ന ടീനെ പറ്റി പറയുന്നല്ല, തൊട്ട് മുന്നത്തെ ഡബ്ല്യു അല്ല. ആൻഡോ ബട്ടോ ആണ് തൊട്ട് എന്താണ് ആദ്യം പറഞ്ഞ വ്യക്തിയെ പറ്റിയായിരിക്കും. ഹൂ ഹൂസ് വിച്ചൊക്കെയാണ് എന്ത് ചെയ്യും തൊട്ട് മുന്നത്തെ ആളെ പറ്റിയും പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ആൻഡ് ആയത് കാരണം ആദ്യത്തെ ടീനെ പറ്റി പറയുന്നു. ടി എന്താണ്? ടി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് യു. ഈ പറയുന്ന തൽക്കാലം യുവിനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ആ യുവിൻ്റെ തേർഡ് റൈറ്റ് ആണ്. അപ്പം എല്ലാവരും ഔട്ട്വേർഡ്സ് നോക്കിയല്ലേ, സർക്കിളിൻ്റെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് റൈറ്റ് വരും അല്ലേ, ഇവിടത്തേക്ക് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് വരും അല്ലേ, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? യുവിൻ്റെ തേർഡ് റൈറ്റ് ആണ് ആയിരിക്കുന്നത്? ടി ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് റൈറ്റ് ഇവിടെ വരും, സെക്കൻഡ് റൈറ്റ് ഇവിടെ വരും, തേർഡ് റൈറ്റ് അല്ലേ, ഇവിടെയാണ് നമ്മുടെ ടി എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ നെക്സ്റ്റ് നോക്കാം. ക്യൂ ഈസ് ദ നെയ്ബർ ഓഫ് യു. യുവിൻ്റെ നെയ്ബറാണ് ക്യൂ അല്ലേ. അപ്പം അതായത് ക്യൂ ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ക്യൂ ഇവിടെ വരാം. ക്ലിയർ അല്ലേ? ആൻഡ് ഫോർത്ത് ലെഫ്റ്റ് ഓഫ് എസ്. അപ്പം ക്യൂ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? എസിൻ്റെ ഫോർത്ത് ലെഫ്റ്റ് ആണ്. മനസ്സിലാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതായത് ക്യൂ അവിടെ വരണമെങ്കിൽ എസ് ഇവിടെ വരണം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ് ഉണ്ട്, ഫോർത്ത് ലെഫ്റ്റ്. പക്ഷേ അവിടെ ക്യൂ വരും. പക്ഷെ പ്രശ്നമുണ്ട്, ഓൾറെഡി ഇവിടെ ടി ഉണ്ട്, ഇവിടെ ഓൾറെഡി ടി ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ക്യൂ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, എസ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ക്യൂ അവിടെ തന്നെയാണ്, ക്യൂ ഇവിടെ തന്നെ വരും. അങ്ങനെ നോക്കുവാണെങ്കിൽ എസ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കത്തില്ലേ. എസിൻ്റെ കണ്ടോ ഫോർത്ത് ലെഫ്റ്റ്, ഫസ്റ്റ് ലെഫ്റ്റ് ഇതാണ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ് കണ്ടോ, ഫോർത്ത് ലെഫ്റ്റ് ക്യൂ ഇരിക്കുന്നു. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇതുവരെ എന്താ കിട്ടി? എസിൻ്റെ സ്ഥാനവും ക്യൂവിൻ്റെ സ്ഥാനവും ടിയുടേതും യുവിൻ്റെയും കൺഫേം ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി കൂടെ സെറ്റ് ചെയ്താൽ പോരെ? ആദ്യം പറഞ്ഞ ആർ ഇസ് ദ നെയ്ബർ ഓഫ് പി, നെയ്ബർ ഓഫ് പി നോർ വി. ആറ് പിയുടെ നെയ്ബറെ തൽക്കാലം വിട്ടേക്കാം. ബാക്കി എന്താ പറയുന്നത്? എസ് ഈസ് ദ നെയ്ബർ ഓഫ് പി ബട്ട് നോട്ട് ഡബ്ല്യു. എസ് എന്താണ്? പിയുടെ നെയ്ബറാണ്, എന്നാൽ ഡബ്ല്യു നെയ്ബർ അല്ല. അപ്പം ഡബ്ല്യു ഒരിക്കലും ഇവിടെയോ അല്ലെ ഈ ഒരു സ്ഥാനത്തോ ഈ ഒരു സ്ഥാനത്തോ ഡബ്ല്യു വരത്തില്ല. പക്ഷേ തൊട്ടടുത്ത സെന്റൻസ് ഉണ്ടോ? ടി ഈസ് ദ നെയ്ബർ ഓഫ് ഡബ്ല്യു. ഈ ടി എന്ന് പറയുന്ന വ്യക്തി ഡബ്ല്യുടെ നെയ്ബറാണ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാൻ ഡബ്ല്യുവിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഡബ്ല്യുടെ അടുത്ത് ടി ഇരിക്കണം അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് ഡബ്ല്യുവിന് വെക്കാൻ പറ്റുമോ? ഈ സ്ഥാനം ഡബ്ല്യുവിന് വെക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യം എസിൻ്റെ നെയ്ബർ ഡബ്ല്യു അല്ല, അല്ലെങ്കിൽ ഡബ്ല്യു നെയ്ബറായിട്ട് എസ് ഇരിക്കാൻ പാടില്ല. അപ്പം കൺഫേം ആണ്, ഡബ്ല്യുടെ സ്ഥാനം ഇതാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഫസ്റ്റ് സെന്റൻസ് ഉണ്ടായിരുന്നു, ആർ ഈസ് നെയ്തർ നെയ്ബർ ഓഫ് പി നോർ വി. ആർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? പിയുടെയും അതുപോലെ വിയുടെയും നെയ്ബർ അല്ല. അപ്പം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കിനി ആറിന് ഇവിടെ മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആറിന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റും? ഒന്നെങ്കിൽ പിയോ വിയോ ഇവിടെ വരും അല്ലെ, പി അല്ലെങ്കിൽ വി ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പറയുന്നുണ്ട് ആർ എന്താണ്? പിയുടെയും വീട് നെയ്ബർ അല്ല. ആറിന് ഇവിടെ വന്നാലും ഈ സ്ഥാനത്ത് പിയോ വിയോ വരും അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആറിൻ്റെ സ്ഥാനം കൺഫേം ആണ്, ഇവിടെയാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഹു എമംഗ് ദ ഫോളോയിങ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ എസ് ആൻഡ് ടി. എസിനും ടീനും ഇടയിൽ ആരാണ്? ഉറപ്പായിട്ടും ആറാണ്. ഓപ്ഷൻ സി കണ്ടോ, ആർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് നോക്കുക, തെറ്റിച്ച് കളയരുത്. അപ്പോൾ അത് ഇവിടെ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്സ് കുറച്ച് സമയം എടുത്ത് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക. റീസൺ ബാക്കി ടോപ്പിക്സ് ഒക്കെ എളുപ്പ ടോപ്പിക്സ് മാക്സിമം ഒരു 5 to 10 seconds കൊണ്ട് പരിപാടി തീർത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൻസർക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഗിവൺ ഫിഗർ. ഈ ഫിഗറിനകത്ത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണും. അപ്പോൾ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യമാണ് അല്ലേ. ഈ ഒരു ഫിഗറിൽ ഉറപ്പായിട്ടും എത്രയാണ്? 10 ട്രയാങ്കിൾസ് ആണ് അല്ലേ. നമ്മൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന ടോപ്പിക്കിൽ അല്ലേ, നമ്മൾ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൗണ്ടിങ് ട്രയാങ്കിൾസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ 5 ബേസ് ഫിഗേഴ്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോയത് അല്ലേ. 5 ബേസ് ഫിഗേഴ്സിനകത്ത് എന്താണ്? 4th ബേസ് ഫിഗർ ആരാണ്? ഇതേപോലത്തെ സ്റ്റാറുകളാണല്ലേ, സ്റ്റാർസ് ആണ് അല്ലേ. ഇപ്പം 2 സ്റ്റാർ ഉണ്ട്, 2 ടൈപ്പ് സ്റ്റാർ ഉണ്ട്. ഈ കാണുന്ന ക്രോസ് സ്റ്റാർ അല്ലേ, ചെറു ക്ലാസ്സിലൊക്കെ വരച്ച് പഠിക്കുന്നത് ഇതേപോലത്തെ ക്രോസ് സ്റ്റാർ. അവിടെ മൊത്തം 10 ട്രയാങ്കിൾസ് ആണ്. നെക്സ്റ്റ് സ്റ്റാർ എന്തായിരുന്നു? 2 ട്രയാങ്കിൾസ്, ഒരാൾ നേരെയും ഒരാൾ തലകുത്തനെയും ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കുന്നു. അവിടെയെങ്കിൽ മൊത്തം അവിടെ 8 ട്രയാങ്കിൾസ് എന്ന് കിട്ടും. ഈ ഫിഗേഴ്സ് അറിയാമെങ്കിൽ, ഈ 2 ടൈപ്പ് സ്റ്റാർ അറിയാമെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബാക്കി ഇതിലേക്ക് അകത്തേക്ക് വരയ്ക്കുന്ന എത്ര എക്സ്ട്രാ ലൈൻസ് വെച്ച് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിലേക്ക് എക്സ്ട്രാ ലൈൻസ് വരച്ചാലും അത് വെച്ച് ഈ ബേസ് ഫിഗർ 10 നമുക്കറിയാം. ക്രോസ് സ്റ്റാർ 10 പേരാണ്. അതിലെ എക്സ്ട്രാ വരയ്ക്കുമ്പോഴത്തേക്ക്
ബാക്കി നമുക്ക് എണ്ണിയെടുക്കുക എളുപ്പമാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ബേസ് ഫിഗർ പോലെ 2 ടൈപ്പ് സ്റ്റാർ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 10 ട്രയാങ്കിൾസ് അല്ലേ, ഓപ്ഷൻ ബി കിട്ടും. നിങ്ങൾക്ക് എന്തായാലും എണ്ണി കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ എണ്ണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ചുറ്റിനുമുള്ള 5 കൈകൾ അല്ലെ, 5 കുഞ്ഞൻ ട്രയാങ്കിൾസ് എടുക്കാമല്ലോ. ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇയാൾ രണ്ടാമത്തെ ട്രയാങ്കിൾ, 3, 4, 5. ഓക്കെ, 5 കൈകൾ പോലെ 5 കുഞ്ഞൻ ട്രയാങ്കിൾസ്, 5 പേരായി. ഇനി ബാക്കി ട്രയാങ്കിൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഓരോ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് അല്ലേ. ദേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് രണ്ടാമത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, 3, 4, 5. ഓക്കെ, 5 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഒരു വെട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട്, ഓക്കെ, ഈ പോയിന്റ് എടുക്കാം, ഇത് വെട്ടെക്സ് ആക്കി വരച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹാങ്ങർ പോലെ ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ 6ാമത്തെ. ഓക്കെ, ഇതൊരു വെട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ ഹാങ്ങർ പോലെ വരച്ചു കഴിഞ്ഞാൽ ഇത് 6ാമത്തെ ട്രയാങ്കിൾ ആയി. കണ്ടോ, ഇത് 6ാമത്തെ ട്രയാങ്കിൾ ആയി. പിന്നീട് ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ ഹാങ്ങർ പോലെ എടുക്കാം. കണ്ടോ, ഇതാണ് 7ാമത്തെ ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ? വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്താ വെട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം, ഹാങ്ങർ പോലെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് 8ാമത്തെ ട്രയാങ്കിൾ. കാണുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഹാങ്ങർ പോലെ വരയ്ക്കാം. കണ്ടോ, ഇതാണ് 9ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ലാസ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഇവിടെയാണല്ലേ, ലാസ്റ്റ് പോയിന്റ് അതാണ്. ഓക്കെ, അതെടുത്തുകൊണ്ട് ആ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ വരയ്ക്കാം. 10. കണ്ടോ, 10ാമത്തെ ട്രയാങ്കിൾ. അങ്ങനെയാണ് ആക്ച്വലി 10 ട്രയാങ്കിൾസ് അവിടെ ഉള്ളത്. ഓക്കെ, 10 പേര്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ബി 10. ഇങ്ങനെയാണ് എണ്ണി എടുക്കേണ്ടത്. നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കുക. 2 ടൈപ്പ് സ്റ്റാർ, ഇതിനകത്ത് 10 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ കാണുന്ന സ്റ്റാറിൽ എത്രയുണ്ട്, അവിടെ 8 പേരാണ്. സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം, ഇഫ് 23 $47.22 ഈക്വൽ ടു 48 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് 34 $18.13 ഈക്വൽ ടു 39 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം, 12 $43.14 ഈക്വൽ ടു എന്നത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഈ ഒരു സെറ്റ് അവിടെ ഉണ്ടാകുന്ന ആ മാത്തമിൽ ഓപ്പറേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ്. ഓക്കെ, ആ 23ഉം ഈ 47ഉം ആ 22ഉം വെച്ച് നമുക്ക് എന്ത് കിട്ടണം, എന്തെങ്കിലും മാത്തമിൽ ഓപ്പറേഷൻ 48 എന്ന് കിട്ടണം അല്ലേ. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ആ 23ന്റെ കൂടെ 47 ആഡ് ചെയ്യാം. എത്ര എടുക്കും കുട്ടികളത്? നമുക്കത് 70. ഓക്കെ, 70 കിട്ടുമല്ലോ. 23 + 40 70 കിട്ടും. പിന്നീട് ഈ 22 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 48 തന്നെ കിട്ടിയല്ലോ. നെക്സ്റ്റ് നോക്കിയേ, 34 + 18 എത്രയാണ്, 52. അവിടെ നിന്ന് നെക്സ്റ്റ് നമ്പറായ 13 കുറച്ചാൽ ഉറപ്പായിട്ടും 39 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, ഉറപ്പായിട്ടും 12 + 43 55 കിട്ടും. അവിടെ നെക്സ്റ്റ് നമ്പറായ 14 കുറച്ചാൽ എത്ര വരും, നമുക്ക് 41 എന്ന ആൻസർ വരുന്നു. ഓപ്ഷൻ സി 41. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം എന്താണ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഒറ്റനെ കണ്ടെത്തുക. ഓക്കെ, 4 നമ്പേഴ്സ് ഉണ്ട്, 153, 317, 137, 730 അല്ലേ. ഈ നമ്പേഴ്സ് കണ്ടതിന് അറിയാൻ പറ്റും. എന്താ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നാണ്. ഈ 4 ഓപ്ഷനിൽ 3 പേർക്ക് ഒരേ പാറ്റേൺ, ഒരാൾ ഡിഫറെൻ്റ് ആയിരിക്കണം. ഇത് ഓപ്ഷൻ എ ആണ് ഓഡ് മാൻ അല്ലേ. കാര്യം എന്താ, ബാക്കി ഓപ്ഷൻ ബിയിലും സിയിലും ഡിയിലും സെയിം നമ്പറായ 3ഉം 1ഉം 7ഉം വെച്ചിട്ടാണ് ആ നമ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അവിടെ 153 ആണല്ലേ. അത് കാരണം ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഓഡ് മാൻ ഔട്ട്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ഓക്കെ, കംപ്ലീറ്റ് സീരീസ്, വീണ്ടും നമ്പർ സീരീസോട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ. അപ്പോൾ ആദ്യ നമ്പർ 48 ആണ്, പിന്നെ 24, പിന്നെ 72, പിന്നീട് 36, പിന്നെ 108. വളരെ സിമ്പിൾ, കണ്ടതിന് അറിയാൻ പറ്റും അല്ലേ. ആദ്യം ചെയ്തിട്ടുണ്ടാകും 48 ഡിവൈഡ് ബൈ 2 24. പിന്നെ 24 നമുക്ക് 72 ആക്കാൻ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 20 × 3 60, 4 3 12 72 ആണ്. വീണ്ടും 72ന്റെ പകുതിയാണ് 36. സോറി, പകുതിയിലെ ബൈ 2 ആണ് 36 എന്ന് കിട്ടുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? വീണ്ടും 36 × 3 108 അല്ലേ. 30 × 3 90, 6 3 18 98 കണ്ടോ. അപ്പം ആൻസർ എന്ത് വരും, 108 ഡിവൈഡ് ബൈ 2. 108ന്റെ പകുതി 54. ഓപ്ഷൻ അതുണ്ടല്ലോ, ഓപ്ഷൻ ബി 54. സിമ്പിൾ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് സീരീസ്, വീണ്ടും നമ്പർ സീരീസോട് ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ നോക്കുക, 1, പിന്നീട് 2, 6, 24,
120 അടുത്ത നമ്പർ ആരാണ്? ഓക്കെ, മനസ്സിലാക്കാം. നമുക്ക് നെക്സ്റ്റ് നമ്പർ ആയിരുന്നു കണ്ടുപിടിക്കണം. കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേഷൻ ആയിരിക്കും അല്ലേ കാര്യം. ഓപ്ഷൻസ് ഉണ്ടോ? 4 ഓപ്ഷനും എല്ലാം വലിയ സംഖ്യയാണ്. ഉറപ്പായിട്ടും ആ 1നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും 2 ആക്കിയത് അല്ലേ. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്യാം അല്ലേ. 1 × 2 2 എന്ന് കിട്ടും. പിന്നെ 2നെ 6 ആക്കാൻ ഇൻറ്റു 3 കൊണ്ട് ഗുണിക്കാം, 6 ആയി. 6നെ 24 ആക്കാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി, 24 ആയി. 24 120 ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5 അല്ലേ. 24 × 5 20 × 5 100 4 5 20. സംശയം വേണ്ട. 120 × 5. അടുത്ത നെക്സ്റ്റ് എന്തായിരിക്കും? 120 × 6 അല്ലേ. 12 × 6 72 ആണെങ്കിൽ 120 × 6 720 ആണ് ഓപ്ഷൻ എ. സിമ്പിൾ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ഓക്കെ, വീണ്ടും കംപ്ലീറ്റ് സീരീസ്. ഇവിടെ എന്താണ്? ലെറ്റർ സീരീസ് അല്ലേ. ആൽഫബറ്റ് സീരീസ് ആണ്, ലെറ്റർ സീരീസ് ആണ് ചോദ്യം. ഓക്കെ, എന്താണ്? CHMR. നെക്സ്റ്റ് ലെറ്റർ ആരാണ് അല്ലേ. ഇപ്പോൾ കറസ്പോണ്ട് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ C 3ാമത്തെ ലെറ്റർ, H 8, M 13, R 18 അല്ലേ. അതായത് ഇവിടെ എല്ലാം എന്താ? +5 ആണ് അല്ലേ. +5 ആണ്. അടുത്ത് എന്ത് വരും? ഉറപ്പായിട്ട് 6 അല്ലെങ്കിൽ 18 + 5 23 വരും. അത് ലെറ്റർ W ആണ്. ഓപ്ഷൻ C 23. സെറ്റ്. സിമ്പിൾ. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വീണ്ടും ഓഡ് മാൻ ഔട്ട് ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താ? ഓപ്ഷൻ എ 4 2 8 3 ഈസ്റ്റു 8 4 3 2. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാണെന്ന് അറിയാൻ പറ്റും. എന്താണ്? ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്തുള്ള സെയിം ഡിജിറ്റ്സ് തന്നെയാണ് എന്താ സെക്കൻഡ് സെറ്റ് ഓഫ് നമ്പറിൽ ഉള്ളത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ നമ്പേഴ്സുകൾ അല്ലെങ്കിൽ ഡിജിറ്റ്സ് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് വെച്ചേക്കുവാണ് അല്ലേ. എന്താണ്? അവരുടെ പ്ലേസ് ഒന്ന് റീപ്ലേസ് വെച്ചേക്കുവാണ് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ 4 2 8 3ന് പകരം അവർ 8 4 3 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3ാമത്തെ നമ്പറായ 8 ആണ് ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ 1ാമതിരിക്കുന്ന 4 ആണ് എന്താണ് സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഇരിക്കുന്ന 3 ആണ് ഇവിടെ തേർഡ് പ്ലേസിൽ വന്നിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് 2 ആണ് ഇവിടെ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടുത്തെ 8 ആദ്യം തേർഡ് നമ്പർ എടുക്കുന്നു, തേർഡ് ഡിജിറ്റ് എടുക്കുന്നു. ഓക്കെ, പിന്നീട് ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ഓക്കെ, പിന്നീട് 4th ഡിജിറ്റ് എടുക്കുന്നു, പിന്നീട് സെക്കൻഡ്. ആ ഒരു ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചത് അല്ലേ. അപ്പോൾ നോക്കുക, ഓപ്ഷൻ ബി എടുത്താലും നോക്കിയേ, ഇവിടെ തേർഡ് ഡിജിറ്റായ 1 ആണ് ആദ്യം വന്നത് കണ്ടോ. പിന്നീട് ഫസ്റ്റ് ഡിജിറ്റ് 7 ആണ് രണ്ടാമതിരിക്കുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ് മൂന്നാമതിരിക്കുന്നത്. സെക്കൻഡ് ഡിജിറ്റ് 3 ആണ് എന്നാണ് 4th പ്ലേസിലിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എക്കും ബിക്കും സെയിം പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് സി നോക്കിയാൽ ഉത്തരം കിട്ടുമല്ലോ. സി എടുത്തു കഴിഞ്ഞാൽ അവിടെ തേർഡ് ഇരിക്കുന്നത് 5 ആണ് ആദ്യം വന്നത്. ഫസ്റ്റിൽ 3 സെക്കൻഡ് വന്നു, ലാസ്റ്റ് 2 തേർഡ് വന്നു, സെക്കൻഡ് 1 കണ്ടോ ലാസ്റ്റ് പ്ലേസ് വന്നു. ദാറ്റ് മീൻസ് ഓപ്ഷൻ എക്കും ബിക്കും സിക്കും സെയിം പാറ്റേൺ ആണ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആരായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ. ഇവിടെ 1 9 7 5 ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വരണം? ആദ്യമേ 7 വരണം, പിന്നീട് 1 ആണ് വരേണ്ടത് അല്ലേ. പിന്നീട് ആര് വരണം? 5 വരണം, പിന്നെ 9. ഇങ്ങനെ ആക്ച്വലി വരേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ 1 5 7 9 അല്ലെ 7 9 എന്ന് വന്നു. അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ. ഇവിടെ കാര്യം ഓർക്കുക, 4 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ 4 ഡിജിറ്റ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾ അവിടെ ക്യൂബ്സ് ഉണ്ടോ പ്രത്യേകം ചെക്ക് ചെയ്യുക. അതായത് 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സുകളുടെ ക്യൂബ്സ് എല്ലാം ആരൊക്കെയാ? എല്ലാം 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ വേണമെങ്കിൽ അവിടെ പെർഫെക്റ്റ് ക്യൂബ്സുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. അപ്പോൾ അതുകൊണ്ട് വേറെ ആയിരിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം വീണ്ടും കംപ്ലീറ്റ് സീരീസ് ലെറ്റർ സീരീസിൽ ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ. BSGTKAPN. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആരാണ്? അപ്പോൾ നോക്കുക, ലെറ്റർ സീരീസ് ആകുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഇപ്പം 2 അല്ലെങ്കിൽ 3 4 5 ഒക്കെ ഉള്ള ഓരോ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 3 ലെറ്റേഴ്സ് ഒക്കെ ഓരോ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആയിരുന്ന ലെറ്റർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓരോ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ഒരു പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. പിന്നെ അതേ ഗ്രൂപ്പിലെ സെക്കൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും അവിടെ പാറ്റേൺ ഫോം ചെയ്ത് മെയിൻലി പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ B 2 ആണ്, G 7, K 11, P 16. അപ്പോൾ ഇവിടെ എങ്ങനെ പോയിട്ടുണ്ട്? 2ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് 7 ആയി, 7ൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് 11 ആയി. ഓക്കെ, ക്ലിയർ അല്ലേ. 11ൻ്റെ കൂടെ വീണ്ടും 5 ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത എന്താ ആഡ് ചെയ്യണം? ആദ്യം +5 അല്ലേ. ആദ്യം +5, പിന്നീട് +4, വീണ്ടും +5 ആണ് അടുത്തെന്ന് പറഞ്ഞാൽ വീണ്ടും +4 വരണം. അപ്പോൾ 16 + 4 20 കിട്ടുമല്ലോ. 20 ലെറ്റർ ടി ആണ്. ഓപ്ഷൻ ഡിയിൽ മാത്രമേ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റിൽ S 19 ആണ്,
T20 K1 N14 അല്ലേ? അപ്പോൾ അവിടെ നിന്ന് പാറ്റേൺ നമ്മൾ ചെക്ക് ചെയ്യാം അല്ലേ? 19 1 14 എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? അത് പറയാം. 19 + 1 ആണ് 20. 20ൻ്റെ കൂടെ എത്രയാണ്? ഒന്നുകിൽ -19 പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, +7 പറയാം അല്ലേ? +7. 20 6 കൂട്ടി 26 ഇസിഡ് കഴിഞ്ഞു, പിന്നെ +1 കൂടെ ചെയ്യുമ്പം A വരും. വീണ്ടും 1ൻ്റെ കൂടെ 13 കൂട്ടം 14 അല്ലേ? അപ്പം കിട്ടി ഡിഫറൻസ് 1, 7, 13. അവരുടെ പാറ്റേൺ ഉണ്ടോ? നമ്മൾ നമ്പർ സീസോട് ആലോചിച്ച് നോക്കാം. ഓക്കെ, അതായത് 1ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 13 ഉണ്ട്. 1ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 7 വരുന്നുണ്ട്. 7 വീണ്ടും 6 ആഡ് ചെയ്യുമ്പോൾ 13 വരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും 13 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം അവിടെ? 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഓക്കെ, എന്ത് വരണം അവിടെ? 19 വരണം. അങ്ങനെയെങ്കിൽ 14 + 19 ചെയ്യണം അല്ലേ? നമുക്കറിയാം 14ൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 26 ഇസഡ് കഴിഞ്ഞു. ബാക്കി 19 7 മിച്ചമുണ്ടല്ലോ. 7 ആരാ? ആക്ച്വലി ലെറ്റർ എഫ് ആണല്ലേ? ലെറ്റർ ജി അല്ലേ? ലെറ്റർ ജി ആണ് വരുന്നത്. പക്ഷേ അവിടെ ഓപ്ഷനിൽ ജി അല്ല കിടക്കുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് ഓരോ ഗ്രൂപ്പിലും സെക്കൻഡ് ലെറ്റേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് അത്ര പാറ്റേൺ കിട്ടുന്നില്ലേ? അതുകൊണ്ട് എന്ത് ആ ലെറ്റേഴ്സ് ആരൊക്കെ നോക്കുക? ലെറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഒന്ന് എസ്, അടുത്ത ടി, പിന്നെ എ, പിന്നെ എൻ. അപ്പം അവിടെ നമുക്കൊരു വേണമെങ്കിൽ ഓപ്ഷൻ അത് ഡി ആയിരുന്നല്ലോ. ആ ഡി കൊടുത്താൽ കണ്ടോ, സ്റ്റാൻഡ് എന്നൊരു പുതിയ വാക്ക് അവിടെ ഉണ്ട്. സ്റ്റാൻഡ് എന്ന വാക്കുണ്ടല്ലേ? അപ്പം ഇതാണ് അവിടുത്തെ സെക്കൻഡ് ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ. സ്റ്റാൻഡ് എന്ന വാക്ക് അവിടെ ഫോം ചെയ്തിരിക്കുവാണ്. ക്ലിയർ ആയോ? അപ്പോൾ ലെറ്റർ സീരീസ് ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളോട് നടക്കാറുണ്ട്. ഒന്ന് അവെയർ ആയിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം, ലെറ്റേഴ്സ് ഓടിച്ച് നോക്കാം, നമുക്കൊരു പാറ്റേൺ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു എന്താണ് സെയിം ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് നോക്കുക, അവിടെ പുതിയ വാക്കുകളൊക്കെ ഉണ്ടെന്ന് പക്കയാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇതായിരുന്നു സംഭവം. ഓപ്ഷൻ ഡി, TD എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഓർക്കുക, വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു വാക്കുണ്ടാക്കുന്നത് ഫസ്റ്റ് ലെറ്റേഴ്സിന് സെറ്റ് വെച്ചാക്കാം. ഓരോ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് വേണമെങ്കിലും ഈ പറയുന്ന വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് അവെയർ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയില്ല, അടുത്ത മാർഗ്ഗം നിങ്ങൾ അന്വേഷിച്ച് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, വെൻ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ? ശരി, എന്താ പറയുന്നത്? ഇൻ ദ ഗിവൺ ഫിഗർ സർക്കിൾ റെപ്രസെൻറ്റ്സ് മാരീഡ് മെൻ. ഓക്കെ, ഈ സർക്കിൾസ് റെപ്രസെന്റ് എന്താണ്? മാരീഡ് മെൻ ആണ്. ഓക്കെ, ആൾക്കാരെ എടുത്തു. ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് വർക്കിംഗ് മെൻ. ഓക്കെ, ഈ ട്രയാങ്കിൾസ് എന്താണ്? വർക്കിംഗ് മെൻ ആണ്. ആൻഡ് റെക്ടാങ്കിൾ റെപ്രസെൻറ്റ്സ് എന്താ? അഡൽട്ട്. ഓക്കെ, റെക്ടാങ്കിൾസ് അഡൽട്ട് ആണ്. ചോദ്യം എന്താണ്? വിച്ച് റീജിയൻ റെപ്രസെൻറ്റ്സ് മാരീഡ് മെൻ ഹു ആർ ഓൾസോ അഡൽട്ട് ഒൺലി. ഓക്കെ, മാരീഡ് മെൻ ആയിരിക്കണം, അഡൽട്ട് മാത്രമായിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ എന്തോരും? മാരീഡ് മെൻ സർക്കിളിനകത്ത് വരുന്ന എന്നാൽ അഡൽട്ടിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പർ അല്ലേ? അതാരാ ഉള്ളത്? 7 മാത്രമല്ലേ ഉള്ളൂ. മാരീഡ് മെൻ ആണ്, അഡൽട്ടുമാണ്. പക്ഷേ അയാൾ എന്തായിരിക്കണം? വർക്കിംഗ് മെൻ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് 7 മാത്രം എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ കിട്ടുന്നു, ഓപ്ഷനെ 7 എന്ന് കിട്ടുന്നു. സിമ്പിൾ അല്ലെ? വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, നോൺ വെർബൽ റീസൺ അല്ലേ? നെക്സ്റ്റ് നോൺ വെർബൽ റീസണിൽ വരുന്ന എന്താണ്? കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ് എന്നൊരു ടോപ്പിക്കാണ്. സംഭവം എന്നല്ല, ഭയങ്കര സിമ്പിൾ അല്ലേ? സിമ്പിൾ പരിപാടിയാണ്. അതായത് ഇവിടെ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ദ ഫിഗർ ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ പാറ്റേൺ ഗിവൺ ബിലോ. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റും. ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ A, B, C, D എല്ലാം പക്കയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്ത് ഉത്തരം കിട്ടും? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ ഡയഗണലിലാണ് പാറ്റേൺ ഉണ്ടായില്ല, ഡയഗണലിലാണ് പാറ്റേൺ ഉള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരണം? ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ലൈൻ വരണം, ഈ ഒരു ലൈൻ കൂടെ ഇങ്ങനെ വരണം അല്ലേ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സെറ്റ്, ക്ലിയർ. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബാസ്കറ്റ് ബോൾ ഈസ് ടു 5 ഈസസ് ഫുട്ബോൾ ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, മനസ്സിലാൻ പറ്റും. ഇതും എന്താ? അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? ബാസ്കറ്റ് ബോൾ ഈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ബാസ്കറ്റ് ബോൾ എന്ന ഗെയിമിൽ ഒരു ടീമിൽ 5 പ്ലേയേഴ്സ് ആണ് അല്ലെ? 5 മെമ്പേഴ്സ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ ഫുട്ബോൾ എന്ന ഗെയിമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകണം? 11 മെമ്പേഴ്സ് അല്ലേ? 11 മെമ്പേഴ്സ് ആണ്. ഓപ്ഷൻ സി 11 എന്ന് കിട്ടും. സിമ്പിൾ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് മാക്സിമം ഇംപ്രൂവ് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.